Hello, in this section we are discussing about some of the important application of remote sensing. റിമോട്ട് സെൻസിങ്ങിന് പല വിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ ഫീൽഡിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേറെ വേറെ രീതിയിലാണ്. ആദ്യമേ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഐഡന്റിഫൈങ് ക്രോപ്പ് കണ്ടീഷൻസ്, സാറ്റലൈറ്റ് ഇമേജറി ആൻഡ് നോർമലൈസ് ഡിഫറെന്റ് വെജിറ്റേഷൻ ഇൻഡെക്സ് ടെക്നോളജീസ് are used in order to monitor global food supplies. Healthy crops area reflect infrared where other areas reflect red or blue. സാറ്റലൈറ്റ് ഇമേജറീസിന്റെ സഹായത്തോടു കൂടിയും നോർമലൈസ് ഡിഫറൻസ് വെജിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയും ക്രോപ്സ് ഹെൽത്തി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽത്തി ക്രോപ്പ് ആണെങ്കിൽ അത് ഇൻഫ്രാറെഡ് ആയിരിക്കും കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അതേസമയം സ്ട്രെസ്ഡ് ആയിട്ടുള്ള വെജിറ്റേഷൻ ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഗ്ലോബൽ ഫുഡ് സപ്ലൈസിനെ മോണിറ്റർ ചെയ്യാൻ റിമോട്ട് സെൻസിംഗ് സഹായിക്കുന്നുണ്ട്. Second, increasing precision in farming. The health of crops can be measured using remote sensing applications so that almost 10% of the fertilizer, money and time can be saved. റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രോപ്സിന്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത് ഫെർട്ടൈൽ ക്രോപ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ക്രോപ്സ് ആണെങ്കിൽ അതിന് ഫെർട്ടിലൈസറും മണിയും ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. അതേസമയം സ്ട്രെസ്ഡ് വെജിറ്റേഷൻ ആണെങ്കിൽ അത് വെട്ടിക്കളയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസറിന്റെ കാര്യത്തിലായാലും മണിയുടെ കാര്യത്തിലായാലും ടൈമിന്റെ കാര്യത്തിലായാലും ഏതാണ്ട് 10%ഓളം സേവ് ചെയ്യാൻ റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് പറ്റും. Determining the soil moisture content. Active and passive sensors of a satellite in space are used in order to determine soil moisture content. Soil moisture content ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് സെൻസേഴ്സും അതുപോലെ തന്നെ പാസീവ് സെൻസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. Many earth science searchers, water cycle, flood, drought are based on the content of the soil moisture. അപ്പോൾ സോയിൽ മോയ്സ്ചർ വെച്ച് പല വിധങ്ങളായിട്ടുള്ള കണ്ടീഷൻസ് ഫ്ലഡും ഡ്രോട്ടും വാട്ടർ സൈക്കിളും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രോപ്പ് പ്രൊഡക്ഷൻ ഫോർകാസ്റ്റിംഗ്. റിമോട്ട് സെൻസിംഗ് ഈസ് യൂസ്ഡ് ടു predict crop production and yield over a given field and determine how much of the crop will be harvested under specific condition. ഒരു ഫീൽഡിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം ഈൽഡ് കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം ആ ക്രോപ്പിന് പ്രൊഡക്ഷൻ ഉണ്ട്, എത്രത്തോളം ഹാർവെസ്റ്റ് ഉണ്ടാവും എന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ റിമോട്ട് സെൻസിംഗ് സഹായിക്കുന്നുണ്ട്. The researcher can predict the crop quantity that will be produced in given farmland over a given period of time. അത് ഐഡന്റിഫൈ ചെയ്യുന്ന റിസർച്ചറിന് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഫാം ലാൻഡിൽ നിന്നും എത്ര ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ കിട്ടുമെന്ന് predict ചെയ്യാൻ സാധിക്കുന്നു. Determining crop damage and crop progress. In the event of crop damage or crop progress, remote sensing technology can be used to penetrate the farmland and determine exactly how much of a given crop has been damaged or under stress and the progress of remaining crop in the farm. ക്രോപ്പ് ഡാമേജ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ക്രോപ്പിന്റെ ഗ്രോത്തിൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിംഗ് ടെക്നോളജി സഹായിക്കുന്നു. ക്രോപ്പ് ഐഡന്റിഫിക്കേഷൻ. The crop can also be identified using remote sensing technology, especially in cases where the crop under observation is mysterious or shows some mysterious characteristics. The data of the crop is collected and taken to the labs where various aspects of the crop, including the crop culture, are also studied. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രത്യേക ക്രോപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, അത് ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും റിമോട്ട് സെൻസിംഗ് ടെക്നോളജി യൂസ് ചെയ്യാം. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ ബാൻഡ്സ് ഉപയോഗിച്ചിട്ട് അത് ഏത് ക്രോപ്പാണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും ആ ക്രോപ്പ് കൾച്ചർ പഠിക്കുവാനും സഹായിക്കുന്നു. ക്രോപ്പ് കണ്ടീഷൻ അനാലിസിസ് ആൻഡ് സ്ട്രെസ് ഡിറ്റക്ഷൻ. Remote sensing technology plays an important role in the assessment of crop health condition and the extent to which the crop has withstood stress. This data can be then used to determine the quality of the crop. റിമോട്ട് സെൻസിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു ക്രോപ്പിന്റെ ഹെൽത്ത് കണ്ടീഷൻ എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം സ്ട്രെസ്സിന് വിധേയമാവുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആ ഒരു ക്രോപ്പിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഡ്രോട്ട് മോണിറ്ററിംഗ്.
Remote sensing technology is used to monitor the weather patterns, including drought patterns over a given area. The information used to forecast the rainfall patterns of an area and also tell the time difference between the current and next rainfall, which can be helpful to track the drought. റിമോട്ട് സെൻസിങ് ടെക്നോളജി ഒരു സ്ഥലത്തുള്ള വെതർ പാറ്റേൺസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഡ്രോട്ട് പാറ്റേൺ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അവിടുത്തെ റെയിൻഫോൾ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു റെയിൻഫോൾ കഴിഞ്ഞിട്ട് അടുത്ത റെയിൻഫോൾ തമ്മിലുള്ള ടൈം ഇന്റർവൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനും ഡ്രോട്ടിനെ ട്രാക്ക് ചെയ്യാനും ഒക്കെ റിമോട്ട് സെൻസിങ് ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഫീൽഡ് ക്രോപ്പ്. Apart determining the soil moisture content, remote sensing also plays an important role in the estimation of water content in the field crops. കൃഷി ചെയ്യുന്ന ക്രോപ്സിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും റിമോട്ട് സെൻസിംഗ് സഹായിക്കുന്നുണ്ട്. ക്രോപ്പ് ഹെൽത്ത് അനാലിസിസ്. Health analysis of a crop can be determined, which helps in determining the overall crop yield. ഒരു ക്രോപ്പിന്റെ ഹെൽത്ത് അനാലിസിസ് ചെയ്യുന്നത് വഴി ഒരു എൻറ്റയർ ഫീൽഡിലെ ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റി ഈൽഡിംഗ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിമോട്ട് സെൻസിങ് സഹായിക്കുന്നുണ്ട്. ഒരു ഡെഡ് ലീഫിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ, ഗ്രീൻ, റെഡ്, നിയർ ഇൻഫ്രാറെഡ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതേസമയം ഒരു സ്ട്രെസ്ഡ് ലീഫ് ആണെങ്കിൽ ഗ്രീനും ആയിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ നിയർ ഇൻഫ്രാറെഡ് ആയിരിക്കും, അത് കഴിഞ്ഞ് റെഡും ബ്ലൂ ആയിരിക്കും. അതേസമയം ഒരു ഹെൽത്തി ലീഫ് ആണെങ്കിൽ നിയർ ഇൻഫ്രാറെഡ് വെജിറ്റേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ സാറ്റലൈറ്റ് ഇമേജറിൽ നിന്ന് കിട്ടുന്ന ആ ഡേറ്റ വെച്ചിട്ട് അത് ഏത് ടൈപ്പ് വെജിറ്റേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെജിറ്റേഷണൽ ഡിസീസ് ഇൻഡെക്സ് വെച്ചിട്ടൊരു മാപ്പാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസീസ് ബാധിച്ചിരിക്കുന്ന ഭാഗങ്ങൾ റെഡ് കളറിലാണ് കാണിച്ചേക്കുന്നത്. അത് ഓരോ സമയത്തും ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഒരു വർഷത്തിലെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അടുത്ത വർഷത്തെ ഒരു ഡേറ്റ എടുക്കുമ്പോഴത്തേക്കും ഈ നടുക്കുള്ള ഭാഗത്തും ഈ ഭാഗത്തും ചിലപ്പോൾ വേറൊരു സീസൺ ആയിരിക്കാം അത്. അതുപോലെ മറ്റൊരു ഡേറ്റ എടുക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്തൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ കാലങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ സീസൺ മാറുന്നതനുസരിച്ച് ആ ഡിസീസിലെ വ്യത്യാസം എങ്ങനെയുണ്ടെന്നൊക്കെ റിമോട്ട് സെൻസിങ് ഡേറ്റ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. Climate change. Identifying forest stands and tallying their area to estimate the forest supplies. AVHRR models and spot quantitatively measure the loss and gain of our global forest. ഒരു സ്ഥലത്തോട്ട് ഫോറസ്റ്റ് ഏരിയ എത്രത്തോളം ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഇമേജറീസ് സഹായിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള 3 സാറ്റലൈറ്റ് സീരീസ് എന്ന് പറയുന്നത് സ്പോട്ട്, മോഡസ്, AVHHR ആണ്. അത് ഉപയോഗിച്ചിട്ട് ഗ്ലോബൽ ഫോറസ്റ്റിൽ എത്രത്തോളം ഗെയിൻ ഉണ്ട്, ലോസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. Comparing climatic factors from past to present. NASA is mapping different climatic factors on a monthly basis to see how much these variables change in global time series climate maps. പഴയത് തൊട്ട് പുതിയ കാലഘട്ടം വരെയുള്ള ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് കമ്പയർ ചെയ്യാൻ സാറ്റലൈറ്റ് ഇമേജസ് സഹായിക്കാറുണ്ട്. നാസ അതിന്റെ ഗ്ലോബൽ ടൈം സീരീസ് ക്ലൈമാറ്റിക് മാപ്സ് വെച്ചിട്ട് ഓരോ മാസവും ക്ലൈമറ്റിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് മാപ്പ് ചെയ്യാറുണ്ട്. Through this lens, climatic variables like carbon monoxide, chlorophyll, and aerosol size are being mapped as a function of time. ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ്, ക്ലോറോഫിൽ കണ്ടന്റ്, എറോസോൾ സൈസ് തുടങ്ങിയവയാണ്. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്സിൽ പ്രധാനമായിട്ടുള്ളത് മോഡസ്, സിറിസ്, AMSRE, TRMM, MOPIT തുടങ്ങിയവയാണ്. Measuring the rise of sea level. Measuring sea level rise is a function of time with centimeter accuracy measurements using remote sensing data. Sea level എത്രത്തോളം റൈസ് ഉണ്ടായെന്ന് സെന്റിമീറ്ററിൽ വരെയുള്ള ആക്യുറസി മെഷർമെന്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ റിമോട്ട് സെൻസിംഗ് ഡേറ്റയ്ക്ക് പറ്റും. Comparing the past and present with human impact change. ഹ്യൂമൻ ഇമ്പാക്ട്സ് കൊണ്ട് ലാൻഡ് യൂസിലൊക്കെ വന്ന മാറ്റം കൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം എത്രത്തോളം ക്ലൈമറ്റിൽ മാറ്റം വന്നു എന്നതും മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിംഗ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിംഗ് ഡേറ്റ വഴി കഴിയാറുണ്ട്. ഇത് ആദ്യത്തിൽ സോയിൽ സലൈനിറ്റിക്ക് എന്തോ മാറ്റം വന്നു എന്നാണ് കാണിച്ചിട്ടുള്ളത്. ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് വാട്ടർ ബോഡിയാണ്, അതുപോലെ ഗ്രീൻ കളറിൽ ലെസ് സലൈൻ സോയിലും, അതുപോലെ റെഡ് കളറിൽ കാണുന്നത് ഹൈലി സലൈൻ ആണ്. അപ്പോൾ കാണാൻ സാധിക്കും 1990 തൊട്ട് 2050 വരെയുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കിയാൽ
ലെസ് സലൈൻ ആയിട്ടിരുന്ന ഏരിയ ഹൈലി സലൈൻ ഏരിയ ആയിട്ട് കൺവേർട്ടഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സീ ലെവൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ്. ഒരേ സ്ഥലത്തിന്റെ തന്നെ 6 ഡിഫറെന്റ് വർഷത്തെ ഡേറ്റ എടുത്തിട്ടുണ്ട്. അതിൽ സീ ലെവൽ റൈസ് എത്രത്തോളം ഉണ്ടായി എന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. Disasters: monitoring active volcanoes using thermal remote sensing. AVHR, MODIS തുടങ്ങിയ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ആക്റ്റീവ് വോൾക്കാനോസിനെ thermal remote sensing ടെക്നോളജി ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. Inventorying potential landslides with interferometry. INSAR can provide early warning signs for landslide because of how well it measures ground surface displacement. ഇന്റർഫെറോമെട്രിയുടെ സഹായത്തോടു കൂടെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുമോ ഇല്ലേ എന്ന് ഏർലി വാർണിംഗ് സൈൻസ് നൽകാൻ റിമോട്ട് സെൻസിംഗ് സഹായിക്കുന്നുണ്ട്. ക്വാണ്ടിഫൈങ് ദ ഡാമേജ് ആഫ്റ്റർ ആൻ എർത്ത് ഒരു എർത്ത് ഉണ്ടായതിനു ശേഷം അതിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടായി, ചേഞ്ച് ഡിറ്റക്ഷൻ മനസ്സിലാക്കാൻ. പ്രീ ആയിട്ട് എർത്ത് എന്തായിരുന്നു അവസ്ഥ, പോസ്റ്റ് എർത്ത് എന്താണ് അവസ്ഥ, എത്രത്തോളം ഡാമേജ് ഉണ്ടായി, എത്രത്തോളം ബിൽഡിങ്സിന് നാശനഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിംഗ് ടെക്നോളജി സഹായിക്കുന്നു. Assessing terrain stability using interferometry in the oil and gas sector. ഇന്റർഫെറോമെട്രിയുടെ സഹായത്തോടു കൂടെ ടെറൈൻ സ്റ്റെബിലിറ്റി അസസ് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ അതിന്റെ ടെറൈൻ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ട്രാക്കിംഗ് ഹസാർഡ്സ് ഫോർ ബെറ്റർ റെസ്പോൺസ് ആൻഡ് റിക്കവറി. പല രീതിയിലുള്ള ഹസാർഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എർത്ത് ആവാം, സുനാമി ആവാം, അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ആവാം, തുടങ്ങിയ ഹസാർഡ്സിനെ ബെറ്റർ ആയിട്ട് ട്രാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിന്റെ റെസ്പോൺസും റിക്കവറിയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിംഗ് സഹായിക്കുന്നു. ഒരു സാറ്റലൈറ്റ് ഇമേജിൽ ആക്റ്റീവ് വോൾക്കാനോ കാണുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്പെക്ട്രൽ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടും അതിലുള്ള കളർ ചേഞ്ച് വെച്ചിട്ടും ആക്റ്റീവ് വോൾക്കാനോസ് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിലെ ഫിഗർ എന്ന് പറയുന്നത് സുനാമി വന്നതിന് ശേഷം വരുന്നതിന് മുമ്പുമുള്ള ഒരു ഏരിയയുടെ ഫിഗറാണ്. ഇത് വരുന്നതിന് മുമ്പാണ്. വന്ന ശേഷം കാണാൻ പറ്റും ഇവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടായിട്ട് ആ ഏരിയ ഒക്കെ വാട്ടർ കവേർഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. Forestry: fighting wildfires by planning firefighters dispatch. Based on satellite data, firefighters can dispatch with pinpoint accuracy. Operational satellites like AVHRR and MODIS are best suited because of their mid-infrared and thermal bands. Also, satellites can trace the extent of wildfires using temporal data. ഏതെങ്കിലും ഒരു ഫോറസ്റ്റിൽ ഒരു വൈൽഡ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടായിക്കഴിഞ്ഞ കാര്യം അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെർമൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് സഹായിക്കാറുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് AVHRRും MODISും. അത് കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് മിഡ് ഇൻഫ്രാറെഡും തെർമൽ ബാൻഡ്സുമാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് എത്രയുണ്ട്, ടെമ്പറേച്ചർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഫയർ ഫൈറ്റേഴ്സിന് ആ ഒരു വൈൽഡ് ഫയർ എത്രത്തോളം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റും. റിവേഴ്സിംഗ് ഇല്ലീഗൽ റെയിൻ ഫോറസ്റ്റ് കട്ടിംഗ്. റെയിൻ ഫോറസ്റ്റ് കട്ടിങ്ങിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റി, അതായത് ഡീഫോറസ്റ്റേഷൻ തടയാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിംഗ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നെങ്കിൽ ബ്രസീലിലെ ഒരു ട്രൈബാണ് സുറുബി ട്രൈബ്സ് എന്ന് പറയുന്നത്. അവർ ഗൂഗിളുമായിട്ട് ടൈഅപ്പ് ചെയ്തു, അതായത് അവരുടെ റെയിൻ ഫോറസ്റ്റ് ഡിഫോറസ്റ്റേഷൻ തടയാൻ വേണ്ടിയിട്ട് ഗൂഗിളുമായിട്ട് ടൈഅപ്പ് ചെയ്തിട്ട് ഗൂഗിളിന്റെ ടൂൾസ് ആയിട്ടുള്ള ഗൂഗിൾ എർത്തും സ്മാർട്ട് ഫോൺസും GPS ഒക്കെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇല്ലീഗൽ മൈനിങ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷനോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ അവർക്ക് ലഭിക്കുകയും അതിനെതിരെ അവർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. Preventing the spread of forest disease types. The rapid spread of forest disease can have catastrophic effect on ecosystem health and local or national economy. ഫോറസ്റ്റിൽ ബാധിക്കുന്ന ഡിസീസസ് എക്കോസിസ്റ്റത്തിന് മാത്രമല്ല ആ ഒരു ലോക്കൽ ഇക്കോണമിയും നാഷണൽ ഇക്കോണമിയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. Because remote sensing monitors for these color changes, forest managers can better track the occurrence of forest diseases. റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്സ് ആ ഫോറസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കളർ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇൻഫോർമേഷൻ ഫോറസ്റ്റ് മാനേജേഴ്സിന് കിട്ടുകയും ആ ഒരു ഫോറസ്റ്റ് ഡിസീസിനെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്.
ഫോറസ്റ്റ് കവറിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടായെന്ന് കാണിക്കുന്ന 3 മാപ്സ് ആണ്. 1977, 1997, 2017 തുടങ്ങിയ 3 വർഷങ്ങളാണ് എടുത്തേക്കുന്നത്. ഇതിൽ ആദ്യത്തെ മാപ്പിൽ കാണാൻ സാധിക്കും ഡീപ്പ് ഗ്രീൻ കളറിൽ കാണുന്ന ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഒത്തിരി ഉണ്ടത്. ഇനി രണ്ടാമത്തെ മാപ്പ് 1997 എത്തുമ്പോഴത്തേക്കും അത് കുറയുന്നുണ്ട്. 2017 എത്തുമ്പോഴത്തേക്കും വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഡെൻസ് ഫോറസ്റ്റ് കവർ കാണാൻ സാധിക്കുന്നത്. സ്നോ. കാൽക്കുലേറ്റിംഗ് ദ ഡെപ്ത് ഓഫ് എ സ്നോ പാക്ക്. ഒരു സ്നോ അല്ലെങ്കിൽ ഗ്ലേഷ്യറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിംഗ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. എക്സ്പ്ലോറിംഗ്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് നാവിഗേറ്റിംഗ് ഇൻ ദ ആർട്ടിക്. Heavy-duty tasks like sea ice monitoring, ship tracking, national defense make satellites a heaven-sent opportunity for maintaining sovereignty in the north. ആർട്ടിക് റീജിയന്റെ പ്രത്യേകത അറിയാമല്ലോ, അധികം ആൾതാമസമില്ലാത്ത റീജിയൻ ആണ്. അവിടെയുള്ള ഷിപ്പ് ട്രാക്കിങ്ങിനും സീ ഐസ് മോണിറ്ററിങ്ങിനും നാഷണൽ ഡിഫൻസ് പർപ്പസിനും ഒക്കെ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഇമേജസും സാറ്റലൈറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റഡിയിങ് ഗ്ലേഷ്യർ മെൽറ്റ് ആൻഡ് ഇഫക്ട്സ് ഓൺ സീ ലെവൽ. NASA's GRACE satellite showed that Alaskan glaciers were losing mass at about 20.6 gigatons per year. But the scary takeaway is the rapid melting ice and its profound effects on sea level. ഗ്ലേഷ്യറിന്റെ മെൽറ്റിംഗ് എത്രത്തോളം ഉണ്ട്, അത് സീ ലെവലിനെ എങ്ങനെ ബാധിക്കുന്നു, സീ ലെവൽ റൈസ് എത്രത്തോളം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും റിമോട്ട് സെൻസിംഗ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഉദാഹരണമാണ് നാസയുടെ ഗ്രേസ് സാറ്റലൈറ്റ്. അത് അലാസ്കൻ ഗ്ലേഷ്യറിന്റെ വെയിറ്റ്, അതായത് അത് മെൽറ്റ് ചെയ്ത് 20.6 ജിഗാ ടൺസ് വെച്ചിട്ട് അത് ഓരോ ഇയർ മെൽറ്റ് ചെയ്യുന്ന കാര്യം വരെ ആ ഒരു സാറ്റലൈറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയയുടെ സ്നോ കവറിൽ വന്ന മാറ്റങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്ന 2 മാപ്സ് ആണ് കാണിച്ചേക്കുന്നത്. 1996 2015 തുടങ്ങിയ ഇയേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും ഇവിടെ നെഗറ്റീവ് സ്നോ ഏരിയ ആയിരുന്നു, അത് പിന്നീട് പോസിറ്റീവ് സ്നോ ഏരിയ ആയിട്ട് മാറി. ഇവിടെ പോസിറ്റീവ് സ്നോ ഏരിയ ആയിരുന്നു, 2015 ആയപ്പോൾ നെഗറ്റീവ് സ്നോ ഏരിയ ആയിട്ട് മാറി. റിമോട്ട് സെൻസിംഗ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അർബൻ പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അർബൻ ലാൻഡ് യൂസ് ഇൻവെന്ററി. It is quite natural that population growth increases the pressure on the land and the non-urban land is converted to urban areas. ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഒരു അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള നോൺ അർബൻ ലാൻഡ് അർബൻ ഏരിയയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സിറ്റി എക്സ്പാൻഷൻ ultimately influence the land use pattern of any urban center. ഇത്തരത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം കൂടുകയും ആ സിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് യൂസ് പാറ്റേണിനോട് ഒരു മാറ്റം ഉണ്ടാവും. നോളജ് ഓഫ് ദ പാറ്റേൺ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലാൻഡ് യൂസ് ഇസ് റിലവന്റ് ഇൻ അർബൻ പ്ലാനിംഗ്. ഇത്തരത്തിൽ പാറ്റേണിൽ എന്തൊക്കെ ചേഞ്ച് വന്നു, എത്രത്തോളം ഇന്റൻസിറ്റിയിലാണ് ലാൻഡ് യൂസ് മാറിയത് തുടങ്ങിയ കാര്യങ്ങൾ അർബൻ പ്ലാനിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. But the preparation of land use inventory by conventional method is expensive and time consuming. സാധാരണ രീതിയിൽ ലാൻഡ് യൂസ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് ഫീൽഡിൽ പോയി സർവേ ചെയ്തിട്ട് പിന്നെ ബേസ് മാപ്പ് വരച്ച് അതിൽ പഴയത് ഐഡന്റിഫൈ ചെയ്ത് പിന്നെ പുതിയത് ഐഡന്റിഫൈ ചെയ്താണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങുമായിട്ടുള്ള മെത്തേഡാണ്. ദ അഡ്വാൻറ്റേജ് ഓഫ് സാറ്റലൈറ്റ് ഇമേജറി ഇന്റർപ്രിറ്റേഷൻ ഇൻ ടേംസ് ഓഫ് ആക്യുറസി, timeliness and cost is indisputable in comparison to conventional method. അതിലാണ് സാറ്റലൈറ്റ് ഇമേജറിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. വളരെ ചുരുക്കം സമയം കൊണ്ട് വളരെ കൃത്യതയോടെ എത്രത്തോളം മാറ്റം വന്നു എന്ന് മനസ്സിലാക്കാൻ സാറ്റലൈറ്റ് ഇമേജറീസ് സഹായിക്കുന്നുണ്ട്. സ്റ്റഡി ഓഫ് urban sprawl and growth trends. Since satellite-based remote sensing systems have unique capability to provide repetitive coverage for any part of the world, this makes it more suitable for monitoring and updating of urban expansion by using very high-resolution multi-temporal remote sensing data, especially for town and country planning. ഒരു സ്ഥലത്തുള്ള അർബൻ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായി, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായി എന്ന്, വിവിധങ്ങളായ കാലഘട്ടത്തിലുള്ള ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. കാരണം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിന്റെ പ്രത്യേകത അതൊരു പ്രത്യേക ഏരിയയിൽ കൂടെ ഒരു ഇന്റർവെൽ വെച്ച് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഇന്റർവെല്ലിലുള്ള ഡേറ്റ കിട്ടുന്നത് വഴി ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും എത്രത്തോളം ആ ഒരു പ്രദേശത്തിന് മാറ്റം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്.
Space use in core area. Quantitative determination of space use allows in understanding the distribution pattern of various activities and functional characteristics. ഒരു കോർ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി എടുക്കുമ്പോൾ അതിന്റെ CBD എന്ന് പറയുന്ന ഭാഗത്തുള്ള സ്പേസസ് എങ്ങനെയാണത് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ്, അവിടെ എന്ത് ആക്ടിവിറ്റീസ് ആണുള്ളത്, അവിടെ എന്ത് ഫങ്ഷൻസ് ആണുള്ളത്, അവിടെ ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ മാറ്റാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ആണ് ഇഗ്നോസ് സാറ്റലൈറ്റ്. ട്രാവൽ റൂട്ട് പാറ്റേൺ. Physical infrastructure of an urban center comprises of transportation, water supply, electric power supply, sewage, etc. This type of study provides the methodology for analyzing the optimum transportation network of cities. ഒരു urban സെന്ററിൽ പല രീതിയിലുള്ള സപ്ലൈസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇലക്ട്രിക് പവർ ഉണ്ട്, സീവേജ് ഉണ്ട്, ഇപ്പോൾ ടെലിഫോൺ ലൈൻസ് ഒക്കെ സപ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ട്രാവൽ റൂട്ട് പാറ്റേൺ എങ്ങനെയാണ്, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. Urban environmental analysis. Green spaces in cities exist mainly in semi-natural areas, managed parks and gardens, supplemented by scattered vegetated pockets associated with the roads and incident location. The role of remote sensing in the case of green or open spaces mapping and analysis has become important for managing and maintenance of old and degraded spaces. Urban environment analysis. അർബൻ ഏരിയയിൽ പ്രധാനമായിട്ടും ഗ്രീൻ സ്പേസസ് വരുന്നത് സെമി നാച്ചുറൽ ഏരിയാസിലോ പാർക്കിലോ ഗാർഡനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡിൻ്റെയൊക്കെ സൈഡിലുള്ള പോക്കറ്റ്സിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രീൻ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും മാപ്പ് ചെയ്യാനും ഒക്കെ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഡിഗ്രേഡ് ആയിട്ടുള്ള സ്പേസിനെ അപ്ഗ്രേഡ് ചെയ്യാനും റിമോട്ട് സെൻസിങ് ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ഒരു സിറ്റിയിൽ അർബൻ സ്പ്രോൾ എത്രത്തോളം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന 3 ഇമേജസ് ആണ്. 1987 അർബൻ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് മാത്രമായിരുന്നു. 1999 ആയപ്പോൾ അത് കുറച്ചുകൂടെ സ്പ്രെഡായി. 2013 ആയപ്പോൾ അതിന്റെ സ്പ്രെഡ് വളരെയധികം കൂടുകയും അഗ്രികൾച്ചർ ലാൻഡ് ക്രമാതീതമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് മാനേജ്മെന്റ്. ഫ്ലഡ് മാനേജ്മെന്റിൽ റിമോട്ട് സെൻസിങ്ങിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലഡ് ഇൻഡക്ഷൻ മാപ്പിംഗ് ആൻഡ് മോണിറ്ററിംഗ്. ഒരു സ്ഥലത്ത് ഫ്ലഡ് എത്രത്തോളം ഉണ്ടായി എന്ന് മാപ്പിംഗ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സഹായിക്കുന്നു. റാപ്പിഡ് ആൻഡ് സയന്റിഫിക് ബേസ്ഡ് ഡാമേജ് അസസ്മെന്റ്. പ്രീ ഫ്ലഡും പോസ്റ്റ് ഫ്ലഡ് കണ്ടീഷനും നോക്കിയിട്ട് എത്രത്തോളം ഡാമേജ് ഉണ്ടാകുന്ന സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മോണിറ്ററിംഗ് ആൻഡ് മാപ്പിംഗ് ഓഫ് ഫ്ലഡ് കൺട്രോൾ വർക്ക്സ്. ഫ്ലഡ് കൺട്രോൾ വർക്ക്സിനെ മോണിറ്റർ ചെയ്യാനും മാപ്പ് ചെയ്യാനും സഹായിക്കുന്നു. മോണിറ്ററിംഗ് ആൻഡ് മാപ്പിംഗ് ഓഫ് ചേഞ്ചസ് ഇൻ ദ റിവർ കോഴ്സ്. റിവർ കോഴ്സിൽ എന്തൊക്കെ മാറ്റം വന്നെന്ന് മോണിറ്റർ ചെയ്യാനും മാപ്പ് ചെയ്യാനും സഹായിക്കുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിവർ ബാങ്ക് ഇറോഷൻ. റിവർ ബാങ്ക് ഇറോഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രോണിക് ഫ്ലഡ് പ്രോൺ ഏരിയാസ്. കാലങ്ങളായിട്ട് ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻപുട്സ് ഫോർ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് മോഡൽസ്. ഫ്ലഡ് ഫോർകാസ്റ്റ് ചെയ്യാനും വാർണിംഗ് മോഡൽസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. ഫ്ലഡ് കൊണ്ട് ഒരു പ്രദേശത്ത് എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് കാണിക്കുന്ന 2 സാറ്റലൈറ്റ് ഇമേജസ് ആണ്. ആദ്യത്തെ സാറ്റലൈറ്റ് ഇമേജിൽ കാണാം വാട്ടർ ബോഡി എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടാണ് ഒഴുകുന്നത്. പക്ഷെ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞ ശേഷം അവിടുത്തെ വാട്ടർ വളരെ ഓവർഫിൽ ചെയ്ത് ഒഴുകുന്നത് കാണാൻ സാധിക്കും. Mineral survey. Remote sensing images are used for mineral exploration in 2 applications. Remote sensing images mineral exploration പ്രധാനമായിട്ടും 2 രീതിയിലാണ് സഹായിക്കുന്നത്. ഒന്ന്, മാപ്പ് ജിയോളജി ആൻഡ് ഫോൾട്സ് ആൻഡ് ഫ്രാക്ചേഴ്സ് ദാറ്റ് ലോക്കലൈസ് ഓർ ഡെപ്പോസിറ്റ്സ്. ഒരു സ്ഥലത്തെ ജിയോളജി എങ്ങനെയാണ്, ഫോൾട്ടിങ് എങ്ങനെയാണ്, ഫ്രാക്ചേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവിടെയുള്ള ഓർ ഡെപ്പോസിറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും സഹായിക്കുന്നു. റെക്കഗ്നൈസ് ഹൈഡ്രോതെർമലി ഓൾട്ടേർഡ് റോക്സ് ബൈ ദ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഹൈഡ്രോതെർമലി ഓൾട്ടേർഡ് ആയിട്ടുള്ള റോക്സിനെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അത്തരത്തിൽ മിനറൽസിന്റെ ഓർസും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റിമോട്ട് സെൻസിംഗ് ഡേറ്റ സഹായിക്കുന്നു. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ് ലാൻഡ്സാറ്റ്. അതിന്റെ തന്നെ തിമാറ്റിക് മാപ്പർ സാറ്റലൈറ്റ് ഇമേജസ് ആണ് ഏറ്റവും കൂടുതൽ മിനറൽ സർവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ഇമേജസിൽ ഫ്രാക്ചേഴ്സും ഫോൾട്ട് പ്ലെയിൻസും വഴിയാണ് പ്രധാനമായിട്ടും മിനറൽ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിലൊരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഫോൾട്ട് ലൈൻസും ഫ്രാക്ചേഴ്സും വഴിയാണ് പ്രധാനമായിട്ടും മിനറൽസ് എവിടെയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ മാപ്പിംഗ്. Hydromorphological maps generated using satellite remote sensing data are extensively used for locating bore wells. Hydromorphological maps
ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് എവിടേക്കാണ് ബോർവെൽസ് ലൊക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എവിടേക്ക് ലൊക്കേഷൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ലാൻഡ് യൂസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് റിമോട്ട് സെൻസിങ് ഡേറ്റ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ് ഏതിലൊക്കെയാണ് വരുന്നത് നോക്കാം. നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്, വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് പ്രൊട്ടക്ഷനിൽ വരുന്നുണ്ട്, GIS ഇൻപുട്ട് ഉപയോഗിച്ച് ബേസ് ലാൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വരുന്നുണ്ട്, അർബൻ എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ട്, അർബൻ എൻക്രോച്ച്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് എത്രത്തോളം ഡിലിനേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ടൊർണാഡോസ് ആയാലും ഫ്ലഡ് ആയാലും വോൾക്കാനോസ് ആയാലും സീസ്മിക് ആക്ടിവിറ്റി ആയാലും ഫയർ ആയാലും എത്രത്തോളം അതിന് ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പ്ലാനിങ്, സീസ്മിക് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റ് മിനറൽ എക്സ്പ്ലോറേഷനോ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ആക്ടിവിറ്റീസിന്റെ റൂട്ടിംഗ് എങ്ങനെയാണ്, ലോജിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു ലീഗൽ പ്രോപ്പർട്ടീസിന്റെ ടാക്സും പ്രോപ്പർട്ടി വാലുവേഷനും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ ടാർഗറ്റ് ഡിറ്റക്ഷൻ, ഏതെങ്കിലും ഒരു സ്ട്രിപ്പോ റോഡോ ബ്രിഡ്ജോ അല്ലെങ്കിൽ ലാൻഡോ വാട്ടർ ഇന്റർഫേസോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ലാൻഡ് യൂസ് പ്ലാനിങ് സഹായിക്കാറുണ്ട്. ഒരു പ്രദേശത്തെ ലാൻഡ് യൂസ് ചേഞ്ച് മനസ്സിലാക്കാനും സാറ്റലൈറ്റ് ഡേറ്റ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കാറുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കുറച്ച് വർഷത്തെ ഒരേ സ്ഥലത്തിന്റെ ഡേറ്റയാണ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ അർബൻ ലാൻഡിൽ, വാട്ടർ ബോഡിയിൽ, ക്രോപ്പ് ലാൻഡിൽ, ഫോറസ്റ്റിൽ എത്രത്തോളം മാറ്റം വന്നെന്ന് ഈ ഒരു ഡേറ്റ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് മേജർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ നോക്കാം. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അനർത്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, റീജിയണൽ എക്കണോമിക് ആക്ടിവിറ്റീസ് മാപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ട്രാക്കിംഗ് നടത്താൻ സഹായിക്കുന്നുണ്ട്, ഫോട്ടോഗ്രാമെട്രിയുടെ സഹായത്തോടുകൂടെ എലിവേഷൻസും കോണ്ടൂഴ്സും ഡിറൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, റൈപ്പേറിയൻ സോൺസിന്റെ ഹെൽത്ത് ഡിലിനേറ്റ് ചെയ്യാനും അസസ് ചെയ്യാനും സഹായിക്കുന്നതിനൊപ്പം തന്നെ ലേക്സിനെയും റിവേഴ്സിനെയും അതുവഴി കൺസേർവ് ചെയ്യാനും സഹായിക്കുന്നു. എൻവയോൺമെന്റൽ ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാനും ബയോഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ റിമോട്ട് സെൻസിങ് ഡേറ്റ സഹായിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്.